അസ്സലാമലൈക്കും. മീൻകാരൻ അവിടെ കടന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഞാൻ ഇതിൽ കേൾക്കണാവോ ഒരു ചെറിയ 2 വരിപ്പാട്ട്. കുട്ടിക്കാലം തൊട്ട് കഷ്ടപ്പാടിൽപ്പെട്ട് പൊട്ടിത്തകർന്നെൻ്റെ ജീവിതം, കെട്ടിച്ചയച്ചെൻ്റുറ്റവരെന്നെ നരകത്തെ തിന്നും ഞാൻ ഈ വിധം. കുട്ടിക്കാലം തൊട്ട് കഷ്ടപ്പാടിൽപ്പെട്ട് പൊട്ടിത്തകർന്നെൻ്റെ ജീവിതം, കെട്ടിച്ചയച്ചെൻ്റുറ്റവരെന്നെ നരകത്തെ തിന്നും ഞാൻ ഈ വിധം. അതാണ് നജിലാൻ്റെ ജീവിതം ഓർത്താൻ എനിക്ക് കിട്ടിയത്. കെട്ടിച്ചയച്ച തന്നെയാണല്ലോ, എന്താണെങ്കിലല്ല. പക്ഷേ ഇന്നും നരകം തിന്നുകൊണ്ട് ജീവിച്ച, എല്ലാ സൗകര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം? സമാധാനം എന്ന് പറയണതില്ല. എന്താണ് മനുഷ്യന്മാർക്ക്? എല്ലാം പടച്ച റബ്ബിൻ്റേത്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾക്ക് ഓരോ മനുഷ്യന്മാർക്കും ഒരു നേരത്തെ ആഹാരം എവിടെയാണ് പടച്ച റബ്ബേ കിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തും എന്നുള്ളത് പറയുന്നത് സത്യമാണ്. ഓരോ അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് സത്യമാണ്. പക്ഷെ നെജിലാക്ക് വിധിയുള്ളത് സോഷ്യൽ മീഡിയ കൂടെ വന്നിട്ടാണ്. അത് സത്യം പറഞ്ഞോ നുണ പറഞ്ഞോ എന്നല്ല, അവളെ വയറ് വിശപ്പിനും അവളെ മക്കളെ നോക്കാനും വേണ്ടി അവൾ ചെയ്തു. എനിക്ക് നെജിലാനെ നേരിട്ടറിയില്ല, അവൾക്കും അറിയില്ല. പക്ഷെ ഞാൻ ചിന്തിക്കണം എന്താ വെച്ചെങ്കിൽ, നെജില തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവൾക്ക്, നമ്മൾ ശരി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക്. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരെയും സത്യാവസ്ഥ പുറത്തിറക്കാൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ വേറുള്ള നിയമവും വകുപ്പും ഇതൊക്കെ? അവൾ തെറ്റ് ചെയ്യണ്ടെങ്കിൽ അവളെ ഖബറിലേക്ക്, നമ്മൾ തെറ്റ് ചെയ്യണ്ടെങ്കിൽ നമ്മളെ ഖബറിലേക്ക്. അപ്പോൾ നമ്മൾ നേരെ വഴി പോവുക, അവളെന്തോ ചെയ്തോട്ടെ, നമുക്കെന്താ? അപ്പോൾ അതാലോചിച്ചപ്പോൾ കിട്ടിയതാണ് എനിക്ക്. കുട്ടിക്കാലം തൊട്ട് കഷ്ടപ്പാടിൽപ്പെട്ട് പൊട്ടിത്തകർന്നെൻ്റെ ജീവിതം, കെട്ടിച്ചയച്ചെൻ്റുറ്റവരെന്നെ നരകത്തെ തിന്നും ഞാൻ ഈ വിധം. ഈ പാട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് പാടി. അസ്സലാമു അലൈക്കും.